സാറും അവളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന രത്നയും തമ്മിൽ ഉമ്മ വെക്കുന്ന അത്ര ബന്ധാവുന്നുണ്ട്. സാറ് രത്നയുടെ നെറ്റിലായിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട്. കൈ പിടിച്ച് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരാണ്. രത്ന പെട്ടെന്ന് തന്നെ ഫോൺ വരുന്നെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ അത് സാറിന്റെ വീട്ടിൽ നിന്നായിരുന്നു. അയാളുടെ അമ്മയായിരുന്നു. ആ അമ്മയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നും അതിൽ 3-4 വേലക്കാരെ വേണം, നീയോ അന്നത്തെ ദിവസം ഇവിടെ എത്തണമെന്നും പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് രത്നക്ക് അവളുടെ പൊസിഷൻ എന്താണെന്ന് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ രത്ന വേഗം തന്നെ സാറിനെ മൈൻഡ് ചെയ്യാതെ അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. സാറിന് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. രത്നയുടെ റൂമിലേക്ക് പോയി സാർ സംസാരിക്കുന്നുണ്ട്. വായ പുറത്തു പോകാമെന്ന് പറയാണ്. വേണ്ട സാർ, ഇതെല്ലാം തെറ്റാണ്, ഈ ലോകം ഇത് അംഗീകരിക്കില്ലെന്ന് രത്ന അവനോട് കെഞ്ചി പറയുന്നുണ്ട്. അപ്പൊ സാറ് രത്നയോട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നും നീ എന്റെ കൂടെ ഉള്ളപ്പോ മനസ്സിന് ഭയങ്കര സമാധാനം ഉണ്ടെന്നെല്ലാം പറയാണ്. ഇനി മുതൽ എന്നെ സാറിന് വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി എന്നും പറയുന്നുണ്ട്. രത്ന അപ്പോ ഇതൊന്നും വേണ്ട, ഇവിടെ നടന്നതെല്ലാം മറന്നേക്കെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകാണ്. അവസാനം ആ സാറിന്റെ ഇഷ്ടം ഒരു വേലക്കാരി പെണ്ണ് മനസ്സിലാക്കുന്നുണ്ട്. അമ്മ പറഞ്ഞ ആ ഒരു ഫംഗ്ഷനില് എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞ് മറ്റുള്ള വേലക്കാരുടെ കൂടെ രത്ന ഇരുന്ന് ഭക്ഷണം കഴിക്കാണ് കിച്ചണിൽ ഇരുന്നിട്ട്. ആ ഒരു സമയത്ത് സാർ അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ നീ വരുന്നവരെ വെയിറ്റ് ചെയ്യണോ, അത് ഞാൻ എന്റെ ഡ്രൈവറിനെ ഇവിടെ വിട്ടിട്ട് പോട്ടെ എന്നൊക്കെ സാറ് രത്നയോട് ചോദിക്കാണ്. ഇത് കേട്ട് അടുത്തിരുന്ന ബാക്കി വേലക്കാര് അവളെ നോക്കി ചെറുതായിട്ടൊന്ന് ചിരിക്കാണ്. രത്ന സാറിനോട് പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. സാറ് പോയതിനു ശേഷം ഈ ഒരു വേലക്കാര് അവളെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് രത്ന ആ സാറിനോട് എന്തിനാണ് സാർ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്തിനാണ് കിച്ചണിലേക്ക് വന്നതെന്നെല്ലാം ചോദിക്കാണ്. നീ എന്നെ സാറിന് വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതിയെന്ന് വീണ്ടും വീണ്ടും ആ സാറ് പറയാണ്. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, സാറിന്റെ കൂടെ കിടക്കണോന്ന് രത്ന ഓപ്പൺ ആയിട്ട് ചോദിക്കാണ്. അതിന് മറുപടിയായി സാറും ഞാൻ നിന്നെ റിയൽ ആയിട്ടാണ് സ്നേഹിക്കുന്നതെന്നും പറയാണ്. അവള് ദേഷ്യത്തോടുകൂടി റൂമിലേക്ക് പോകുന്നുണ്ട്. സാറിന്റെ മുന്നിൽ അത്രയും ധൈര്യമായിട്ട് സംസാരിച്ചതിന് ശേഷം രത്ന റൂമിൽ പോയിരുന്ന് ഒരുപാട് കരയാണ്. അവൾക്ക് ശരിക്ക് അവളുടെ ആ ഒരു സാറിനെ ഇഷ്ടമായിരുന്നിട്ട് പോലും അവരുടെ പൊസിഷൻ തമ്മിലുള്ള ഗ്യാപ്പ് കാരണം അവൾക്ക് അവളുടെ സ്നേഹം സാറിനോട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഇരിക്കുന്നത് സേഫ് അല്ലാന്ന് മനസ്സിലാക്കിയ രത്ന അവളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അവൾ അവളുടെ ഗ്രാമത്തിലേക്കല്ല പോകുന്നത്, അനിയത്തിയെ ഈ ഒരു സിറ്റിയിലേക്ക് തന്നെയാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അനിയത്തിന്റെ വീട്ടിൽ പോയി നിൽക്കാണ്. പെട്ടെന്ന് ഇങ്ങനെ ജോലിയൊക്കെ നിർത്തി പോകുന്നത് കൊണ്ട് തന്നെ അനിയത്തിയും നീ അവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടാണോ വന്നതെന്ന് ചോദിച്ച് അവളെ വില കുറച്ച് കാണാൻ. കറക്റ്റ് ആ ഒരു ടൈമില് രത്നക്ക് ഒരു കോള് വരുന്നുണ്ട്. ആ വിളിച്ച സ്ഥലത്തേക്ക് അവള് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. പോയി നോക്കുമ്പോ അന്ന് ആ ഡ്രസ്സിൽ ജ്യൂസ് വീണിട്ട് ചീത്ത പറഞ്ഞ ഒരു സ്ത്രീയില്ലേ, ആ സ്ത്രീയാണ് അവളെ വിളിപ്പിച്ചത്. രത്ന തയ്ച്ച ഡ്രസ്സ് രത്ന ആ സ്ത്രീക്ക് എടുത്ത് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്ത്രീ ഒരു ബുട്ടിക്ക് നടത്തുന്ന സ്ത്രീ ആയിരുന്നു. അവിടുത്തെ ഫാഷൻ ഡിസൈനർ ആയിട്ട് രത്നയെ അവള് നിയമിക്കുന്നുണ്ട്. മാത്രല്ല അവളുടെ സാലറി എത്രയാണെന്ന് പറയുന്നുണ്ട്. രത്ന ഇതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതിനെല്ലാം കാരണം സാറാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവള് ഫ്ലാറ്റിലേക്ക് സാറിനെ കാണാനായിട്ട് വരുന്നുണ്ടെങ്കിലും ആ ഒരു വീട് പൂട്ടിയിരിക്കുകയായിരുന്നു. രത്ന പോയതിനു ശേഷം സാറിന് ആ ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവന്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഒരു ബുക്ക് എഴുതാനായിട്ട് അവൻ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. രത്നയും അവന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ ടെറസിന്റെ മുകളിൽ വന്ന് നിന്ന് എനിക്ക് ഇഷ്ടമായിട്ട് പോലും ഇത്ര നല്ല ഒരു പയ്യനെ വിട്ടുകളഞ്ഞാൽ ഞാനൊരു പൊട്ടിയാണെന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കറക്റ്റ് സമയത്ത് അവനെ അവൾക്ക് കോൾ ചെയ്യാണ്. ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ രത്ന എന്ന് പറഞ്ഞതും അവള് തിരിച്ച് ഇത്ര നാളും സാറിന് വിളിച്ചറിഞ്ഞ അവള് തിരിച്ച് ഹലോ അശ്വിൻ എന്നാണ് പറഞ്ഞത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഈ മൂവി ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.